എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങാണ്. നമുക്ക് ഇന്ന് വായിക്കാനുള്ളത് സ്കന്ധം 4 അധ്യായം 29 31 ശ്ലോകം മുതലാണ്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമ. ഓം സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. തദാ കാമാശയോ ജീവ ഉച്ചാവജപദാഭ്രമൻ ഉപര്യതോ വാ മധ്യേ വായാദിദിഷ്ടം പ്രിയാ പ്രിയം ദുഃഖേഷ്വേകതരേണാഭി ദൈവബോധാത്മഹേതുഷോ ജീവസ്യന്യ വിവച്ഛേദ സ്യാച്ചേത്തൽ പ്രതിക്രിയാം യഥാഹി പുരുഷോ ഭാരം ശിരസാം ഗുരുമുദ്ദുഹൻ തം സ്കന്ദേന സ ആദത്തെ തഥാ സർവാ പ്രതിക്രിയാഃ നൈകാന്തത പ്രതീകാര കർമാണം കർമ്മ കേവലം ദ്വയം ഹ്യവിദ്യോപസൃതം സ്വപ്നേ സ്വപ്നൈവാനകാം അർത്ഥേ ഹ്യവിദ്യമാനേഭി സംസ്മൃതിർന നിവർത്തതേ മനസാലിംഗരൂപേണ സ്വപ്നേ വിചരതോ യഥാ അതാത്മനോ അർത്ഥഭൂതസ്യ ഏതോ അനർത്ഥ പരമ്പരാം സംസ്മൃതിസ്തദ്വിവച്ഛേദോ ഭക്ത്യാം പരമയാ ഗുരോ വാസുദേവേ ഭഗവതി ഭക്തിയോഗ സമാഹിതഃ സദ്രിജീനേന വൈരാഗ്യം ജ്ഞാനം ജനയിഷ്യതി സോജിരാദേവരാജർഷേ സ്യാച്യുതഗദാശ്രയാം ശൃണ്വത ശ്രദ്ധദാനസ്യ നിത്യതാം സ്യാദധീയതഃ യത്ര ഭാഗവതാ രാജൻ സാധവോ വിശദാശ്രയാം ഭവദ്ഗുണാനുകദന ശ്രവണവ്യഗ്രചേതസാം തസ്മിൻ മഹന്മുഖരിത മധുഭിചരിത്ര പീയൂഷശേഷസരിത പരീത സ്രവന്തി തായേം പിബന്ധ്യ വിദൃശോ നൃപകാടകർണേ സ്ഥാനസ്പൃശന്ധ്യശനദൃ ഭയശോകമോഹാം ഏതൈരുഭദ്രദോ നിത്യം ജീവലോക സ്വഭാവജൈ ന കരോതി ഹരേർനൂനം കഥാമൃതനിദൗരതിം പ്രജാപതിം പതി സാക്ഷാൽ ഭഗവാൻ ഗിരിശോമനോ ദക്ഷാദയ പ്രജാധ്യക്ഷാം നൈഷ്ഠികാസനഗാതയാം മരീചിരത്രേ അങ്കിരസൗ പുലസ്ത്യ പുലഹ ക്രതു ഭൃഗുർവസിഷ്ഠ ഇത്യേതേ മദന്താ ബ്രഹ്മവാദിനകാം അദ്യാഭിവാജസ്തഭയാം സ്തഭോ വിദ്യാസമാധിഭി പശ്യന്തോഭിന പശ്യന്തി പശ്യന്തം പരമേശ്വരം ശബ്ദബ്രഹ്മണി ദുഷ്പാരേ ചരന്ത ഗുരുവിസ്തരേ മന്ത്രലിംഗേർവിവച്ഛിന്നം ഭജന്തോ ന വിദുപരം യഥാ യമനു ഗൃഹ്ണാതി ഭഗവാനാത്മഭാവിതഃ സജഹാദിമതിൻ ലോകേ വേദേ പരിനിഷ്ഠിതാം തസ്മാത് കർമ്മസു ബർഹിഷ്മൻ ജ്ഞാനാദർത്ഥകാശിഷു മാർത്തദൃഷ്ടിം കഥാ ശ്രോത്ര സ്പർശിഷ്വസ്പൃഷ്ടവസ്തുഷു സ്വലോകം ന വിദുസ്തേ വൈ യത്ര ദേവോ ജനാർദ്ദനാം ആഹുർധൂമ്രമദീയോ വേദം സമർഗതമദ്യുതഃ ആസ്ഥീര്യദർഭൈ പ്രാഗാഗ്രേ കാർച്ചന്യേന ക്ഷിതിമണ്ഡലം സ്തബ്ധോ ബൃഹദ്വദാത്മാനീം കർമ്മനാ വൈഷിയൽപരം തൽകർമ്മ ഹരിദോഷം സ്വവിദ്യാ തന്മതിര്യയാ ഹരിർദേഹവൃതാത്മാ സ്വയം പ്രകൃതിരീശ്വരാം തത്പാദമൂലം ശരണം യദക്ഷേമോ നൃണാമിഹ സവൈ പ്രിയതമശ്ചാത്മാം യദോ ന ഭയമണ്വഭീം ഇതി വേദ സ വൈ വിദ്വാൻ യോ വിദ്വാൻ സ ഗുരുർഹരിം നാരദോ വാച പ്രശ്ന ഏവം ഹി സംഛിന്നോ ഭവത പുരുഷർഷഭാം അത്ര മേ വദതോ ഗുഹ്യം നിശാമയ സുനിശ്ചിതം ക്ഷുദ്രശ്ചരം സുമനസ്വാം ശരണേമിതി ത്വാം രക്തം ഷഡ്വംഘ്രിഗണസാമസ്യ ലുബ്ധകർണം അഗ്രേ മൃഗാന സുദൃഭോ വിഗണയ്യയാന്തം പൃഷ്ഠേ മൃഗം മൃഗയലുബ്ധകപാണഭിന്നം അസ്യാർത്ഥഃ സുമനസമധർമാണാം സ്ത്രീണാം ശരണാശ്രമേ പുഷ്പമധുഗന്ധവൽ ക്ഷുദ്രതമം കാമ്യ കർമ്മ വിഭാഗജം കാമസുഗലവം
ജൈഹ്വാ ഉപസ്ഥാതി വിജിന്വന്തം മിഥുനീഭൂയ തദഭിനിവേശിത മനസാം ഷഡ്വംഗ്രിഗണ സാമഗീതവദതി അതിമനോഹര വനിതാദിജനാം ലാഭേഷ്വതിതരാമതി പ്രലോഭിത കർണമഗ്രേ മൃഗയൂതവദാത്മനഹാം ആയുർഹരദോഹോരാത്രന്താൻ കാലല്ല വിശേഷനാം അവിഗണയ്യാം ഗൃഹേഷു വിഹരന്തം പൃഷ്ടത ഏവ പരോക്ഷമനുപ്രവൃത്തോ ലുബ്ധഗഃ കൃതാന്തോന്തശരണം യമഹി പരാവിദ്യതി തമിമമാത്മാനാം അഹോരാജൻ ഭിന്ന ഹൃദയം ദ്രഷ്ടുമർഹസീതി സത്വം വിചക്ഷ്യ മൃഗചേഷ്ടിതമാത്മനോന്ദ ചിത്തം നിയച്ച ഹൃതി കർണധുനീം ചിത്തേ ജഹ്യങ്കനാശ്രമമസത്തമയൂതഗാദം പ്രീണീഹി ഹംസ ശരണം വിരമക്രമേണ. ഓം തത്സത്. അപ്പൊ ഇനി നമുക്ക് വായിച്ചതിന്റെ അർത്ഥം നോക്കാം. ഇന്നിപ്പോ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? പുരഞ്ജനോപാഖ്യാനം തന്നെ തുടർന്നുകൊണ്ട് പോവുകയാണ്. ഇന്ന് നാളെ വിഷു ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ കൂടി ഞാൻ പറയുന്നു. അതായത് വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു പുതിയ വർഷമാണ്, നമ്മുടെ പുതുവർഷമാണല്ലോ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വിഷുവിനെങ്കിലും എല്ലാവരും ആത്മീയതയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് പോകുന്ന ധ്യാനം, ജപം ഇങ്ങനെയുള്ളതൊക്കെ ഈ 1-ാം തീയതി മുതലെങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്യും എന്നൊരു ശപഥം എല്ലാവരും എടുക്കുക. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ട് വന്നത്? പുരഞ്ജനോപാഖ്യാനത്തിൽ ഇങ്ങനെ പുരഞ്ജനൻ വീണ്ടും ജനിച്ചു, പിന്നെ അത് കഴിഞ്ഞ് മലയധ്വജന്റെ ഭാര്യയായി, പിന്നെ അങ്ങനെ അവര് സാധനകളൊക്കെ ചെയ്തുകൊണ്ട് ഭഗവാനിലേക്ക് ചേർന്നു. പിന്നീട് ജനന മരണമില്ലാതെ ഈശ്വരനെ അറിയാൻ കഴിഞ്ഞതുകൊണ്ട്, സാധനകൾ ചെയ്ത് ഈശ്വരനെ അറിയാൻ കഴിഞ്ഞതുകൊണ്ട് അവരങ്ങനെ ഭഗവാനിൽ ചേർന്നു. ഇത് ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? നാരദ മഹർഷി പ്രാചീന ബർഹിസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം പറയണേ, എനിക്ക് ഇത്രയ്ക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറയുന്നു. അപ്പോൾ അതൊരു കാര്യമാണ്. ഇതൊക്കെ നമ്മള് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ അത് ചെയ്യാൻ തുടങ്ങി, ഇത് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറയും. നമ്മൾ വളരെ മനസ്സിനെ അങ്ങോട്ട് പാകപ്പെടുത്തി കൊണ്ടുവരാൻ കുറേ കഷ്ടമാണ്. അതിനാണ് നമ്മൾ നിരന്തര നാമജപം ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇത്തിരി പ്രയാസമൊക്കെ ഉണ്ടാവും, യോഗ ചെയ്യുമ്പോഴും സാധനകൾ ചെയ്യുമ്പോഴും. പിന്നെ മെല്ലെ മെല്ലെ അത് ശരിയാവും. അപ്പോ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേറൊരു തരത്തിൽ പറഞ്ഞുതരാം. അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്, സുഖലോലുപതയിലാണ് നമ്മുടെ ഈ ജീവാത്മാവ് പരമാത്മാവിനെ കുറിച്ച് മനസ്സിലാവാൻ പ്രാചീന വർഗീസിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം. അങ്ങനെ നല്ല ലളിതമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം, അതിനുള്ളിലിരിക്കുന്ന ആത്മാവാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ് മനസ്സിലായപ്പോ ഒരു ക്ഷേത്രം, അതിൻ്റെ ഉള്ളില് ഈശ്വരൻ, ഇതല്ലേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അത് എന്തിനു വേണ്ടിയായിരുന്നു ക്ഷേത്രങ്ങളും ക്ഷേത്രാചാരങ്ങളൊക്കെ വന്നത്? നമ്മളെ പഠിപ്പിക്കാൻ തന്നെയാണ്. അപ്പൊ ക്ഷേത്രം എന്നാൽ എന്ത്? ക്ഷേത്രം എന്തിനു കൊണ്ടുവന്നു? അവിടെ ഇരിക്കുന്ന ശിലയാണ്. ശിലയിലാണ് നമ്മൾ ഈശ്വരനെ കാണുന്നത്. ആരാണ് ആ ശിലയെ ഈശ്വരനാക്കിയത്? ആരാണ്? നമ്മൾ തന്നെയല്ലേ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്ഷേത്രം നിർമ്മിച്ചത് നമ്മളാണ്. ഈശ്വരൻ വന്നല്ലല്ലോ നമുക്ക് നിർമ്മിച്ചു തന്നത്. ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് നമ്മളാണ്. അതിൻ്റെ ഉള്ളിൽ പ്രാണപ്രതിഷ്ഠ ചെയ്തത് നമ്മളാണ്. അപ്പൊ നമ്മൾക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. അപ്പൊ ആദ്യകാലങ്ങളിൽ ക്ഷേത്രങ്ങളൊന്നും ആദ്യ മനുഷ്യര് ക്ഷേത്രമൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കൂ, അപ്പൊ ക്ഷേത്രം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്തിനു നമ്മൾ ക്ഷേത്രത്തിൽ പോകണം? അപ്പൊ ആദ്യം നമ്മൾ ഗുരുകുലത്തിലാണ് പണ്ടൊക്കെ വിദ്യാഭ്യാസം ചെയ്തിരുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ LP സ്കൂളൊക്കെ ഉണ്ടാക്കി. നമ്മൾ LP സ്കൂള്, UP സ്കൂള്, പിന്നെ ഹൈസ്കൂള്, പിന്നെ കോളേജ്, അങ്ങനെയൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ഉണ്ടാക്കി? നമുക്ക് പഠിക്കാൻ അല്ലേ? നമ്മുടെ കുട്ടികൾ ആദ്യം LP സ്കൂളിൽ പോകും, പിന്നെ UPയിലെത്തും, പിന്നെ ഹൈസ്കൂളിലെത്തും, പിന്നെ കോളേജിലെത്തും. പിന്നെ കോളേജിലെത്തി ആ കുട്ടി ഒരിക്കലും LP സ്കൂളിൽ പോയി ഇരിക്കില്ല. പിന്നെ ആ കുട്ടി ചിലപ്പോൾ വല്ല മാഷായിട്ട് വന്നാൽ LP സ്കൂളിൽ പോകുന്നല്ലാതെ വീണ്ടും LP സ്കൂളിൽ പോയി പഠിക്കില്ല. അതുപോലെയാണ് നമ്മൾ ഇതിനെയും കാണേണ്ടത്. നമ്മൾ എന്തിനാണ്, നമ്മുടെ ഋഷീശ്വരന്മാർ എന്തിനാണ് നമുക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി തന്നത്? ഇപ്പൊ അയ്യപ്പസ്വാമി തന്നെ എന്തിനാണ്
ശബരിമലയിൽ പോയിരുന്നത്? നമ്മള് എന്തിനാണ് ഈ നിയമങ്ങൾ വെച്ചത്? അദ്ദേഹത്തെ കാണാൻ, നമ്മൾ സാധനകൾ ചെയ്യാൻ. നമ്മൾ അതൊക്കെ ചെയ്ത് ആ പരിശുദ്ധമായ സ്ഥലത്തിലേക്ക് കാൽനടയായി നമ്മൾ പോയി. അങ്ങനെ നമ്മുടെ അനുഗ്രഹം, നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്ത് കിട്ടാൻ? സുഖം കിട്ടാൻ. നമ്മുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷവും സുഖവും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത്. ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അതിൻ്റെ വാസ്തു അതൊക്കെ നോക്കിക്കഴിഞ്ഞാല് അതിനൊക്കെ ചില നിയമങ്ങളുണ്ട്. സൂര്യപ്രകാശം, നമ്മൾ ഈ വലം വെക്കുമ്പോൾ പ്രദക്ഷിണം വെക്കുക എന്ന് പറയും. അപ്പോൾ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ശരിക്കും പതിക്കുന്നത് പോലെയൊക്കെയാണ് അത്ര പ്രദക്ഷിണം വെക്കാനൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ നമസ്കരിക്കുമ്പോൾ അതൊരു യോഗയാണ്. നമസ്കരിക്കുന്നത് ഒരു യോഗയാണ്, വലം വയ്ക്കുന്നത് യോഗയാണ്. പിന്നെ അടിപ്രദക്ഷിണം എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ ഗുരുവായൂരൊക്കെ പോയാൽ അടിപ്രദക്ഷിണം ചെയ്യില്ലേ? എന്താ അതിന്റെ അർത്ഥം? എന്താണ് അടിപ്രദക്ഷിണം കൊണ്ട് ഗുണം കിട്ടുന്നത്? നമ്മുടെ പാദങ്ങൾ എത്രത്തോളം ആ പാദം കൊണ്ട് നമ്മളിങ്ങനെ മെല്ലെ 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 ഇങ്ങനെ നടക്കില്ലേ? ആ നടക്കുമ്പോൾ നമ്മൾ ഇന്നൊക്കെ ഈ അക്യുപഞ്ചർ ചെരുപ്പൊക്കെ ഇടുന്നില്ലേ? അതിൻ്റെ ഒന്നും ആവശ്യം പണ്ടുണ്ടായിരുന്നോ? ഇല്ല. പൂഴിമണലില്ലേ? പൂഴിമണൽ ഇപ്പോഴും മാറ്റാതെ, ഇപ്പോഴും ടൈൽസ് ഒന്നും ഇടാണ്ട് വെച്ചിരിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയവർക്കറിയാം. ആ പൂഴിമണലിൽ ചവിട്ടിയാല് നമുക്ക് എന്തൊരു സുഖവും കിട്ടുന്നതെന്ന്. പൂഴിമണലിൽ ചവിട്ടി ചവിട്ടി വേണം പോകാൻ. അങ്ങനെയാണ് അത്ര വെക്കേണ്ടത്. ഇപ്പൊക്കെ എല്ലാവരും ടൈൽസ് ഇടുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ പാടില്ല എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ കാല് ശരിക്കും നഗ്നപാദമായിരിക്കുമല്ലോ. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ചെരുപ്പിടണ്ടെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. അപ്പോഴെങ്കിലും നമ്മൾ ഇത്തിരി പാദത്തെ മണ്ണിലേക്ക് വെക്കട്ടെ. നമ്മുടെ പാദങ്ങൾ ആ മണ്ണില് ഇങ്ങനെ മെല്ലെ 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 പതിയുമ്പോൾ അതൊരു അക്യുപഞ്ചർ പോലെ നമുക്ക് നമ്മുടെ പ്രഷർ വരാതിരിക്കാൻ, പ്രഷറില്ലേ IBP ഒക്കെ വരാതിരിക്കാനും ഒരു അതായത് നമ്മളിപ്പോ ദിവസവും ഒരു 3 വലം, അതായത് ഗുരുവായൂർ അമ്പലം പോലെ വലിയ അമ്പലം ആണെങ്കിൽ അവിടെ ഒരു 3 വലം, അല്ല ചെറിയ അമ്പലമാണെങ്കിൽ ഒരു 11 വലം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രദക്ഷിണം വെച്ചാൽ തന്നെ നമ്മുടെ ആരോഗ്യം നല്ലതായി വരും എന്നാ പറയുന്നത്. ആരോഗ്യത്തിന് വളരെ നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ സൂര്യപ്രകാശം രാവിലെ ഏൽക്കുന്നത് നമുക്ക് വിറ്റാമിൻ D ഒക്കെ കിട്ടാൻ. ഇപ്പൊ സൂര്യപ്രകാശം ഇല്ലാതെ AC റൂമിലും AC കാറിലും ഒക്കെ സഞ്ചരിക്കുന്നതുകൊണ്ട് സൂര്യപ്രകാശം ഇല്ലാത്തതിൻ്റെതായ അസുഖങ്ങൾ വന്നുകൊണ്ട് ഡോക്ടറെ സമീപിക്കുന്നവർ കൂടി വരികയാണ്. അപ്പൊ അങ്ങനെ ആ പാദങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നതും. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടി വെച്ചു? അപ്പോ ഋഷീശ്വരന്മാർ അത് മനസ്സിലാക്കിയിട്ട് ആദ്യമൊക്കെ സൂര്യചന്ദ്രന്മാരെയൊക്കെയാണ് ഭഗവാനായി കരുതിയിട്ടുണ്ടായിരുന്നത്. വായുവിനെയും പിന്നെ എല്ലാവരെയും നമ്മൾക്ക് നല്ലതായിട്ട് ഇപ്പൊ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരാള് മറ്റുള്ളവർക്ക് മാതൃകയായി വന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഒരു അധ്യാപകൻ എന്നൊരു ഗുരു ആയി വന്നപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഈശ്വരനായിട്ട് കണക്കാക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അപ്പോൾ തന്നെ ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾക്ക് ആത്മീയതയിലേക്ക് പോകാൻ. അപ്പൊ ആ ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ പ്രദക്ഷിണം വയ്ക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ അവിടെ തന്നെ ഇരിക്കരുത്. എപ്പോഴും ക്ഷേത്ര ദർശനവും മാത്രമാവരുത്. പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ വേദപഠനശാലകൾ വേണം. അതായത് ഭഗവത്ഗീത, ഭാഗവതം ഇങ്ങനെയുള്ളതൊക്കെ പഠിപ്പിക്കുന്ന വേദപഠനത്തിനുള്ള സൗകര്യങ്ങൾ മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവ പൂന്താനം, അതുപോലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അവരൊക്കെ അമ്പലത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ രചനകളൊക്കെ അല്ലെ നാരായണീയം എഴുതിയതും അതുപോലെ പൂന്താനം തൻ്റെ ജ്ഞാനപ്പാന എഴുതിയതും ഒക്കെ. അപ്പൊ ആ ക്ഷേത്ര പരിസരം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്? വേദങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ വേദപഠനവും അതിനെ പഠിപ്പിക്കലും ഗുരുക്കന്മാര് അവിടെ ഇരുന്നുകൊണ്ട് ഒരു വേദ പഠനം കൂടി വേണം. എല്ലാ അമ്പലങ്ങളിലും അത്, എല്ലാ ക്ഷേത്രങ്ങളിലും അത് വേണം എന്നാണ് പറയുന്നത്. അതിലൂടെ ആ ക്ഷേത്രത്തിലൂടെ അതായത് നമ്മളിപ്പോ കുട്ടികൾക്കൊക്കെ തത്ത പൂച്ച എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ LKG-യിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ചിത്രം കാണിച്ചു കൊടുക്കും അല്ലെ? അതിന്റെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഇത് തത്തയാണെന്ന് പറയാൻ പറയും. പിന്നെ ആ കുട്ടി കുറച്ച് കഴിഞ്ഞാൽ എന്താവും? തത്തയെ ശരിക്ക് കാണുമ്പോൾ ആ തത്തയാണെന്നത് മനസ്സിലാക്കും. അപ്പൊ അതുപോലെ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി എന്ത് മനസ്സിലാക്കണം? നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്നും അതിനുള്ളിലിരിക്കുന്ന ആത്മാവ് തന്നെയാണ് ക്ഷേത്രജ്ഞൻ, ഈശ്വരനെന്നും. അപ്പൊ നമ്മളുടെ ശരീരം ക്ഷേത്രവും അതിനുള്ളിലിരിക്കുന്നത് ഈശ്വരനുമാണ്. അപ്പൊ ഈ ക്ഷേത്രത്തെ നമ്മളെങ്ങനെ പരിചരിക്കണം?
അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ നമ്മൾ പവിത്രമാക്കി കരുതിക്കൊണ്ട് നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം പോലും നമ്മൾ ഭഗവാനാണ് കൊടുക്കുന്നത്. ആ വിചാരം നമ്മൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഭഗവാന് പ്രസാദമായിട്ട് പൂജിക്കാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയുള്ളതാണ് നമ്മൾ ഭഗവാന് പൂജിക്കുന്നത്? വൃത്തിയും ശുദ്ധിയും ഒക്കെ ഉള്ളതും മായം ചേർക്കാത്തതും അല്ലേ? മായം ചേർക്കാത്ത സാധനങ്ങളെ നമ്മൾ പ്രസാദമാക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആഹാരമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. പറ്റുണ്ടോ ഇപ്പൊ ആർക്കെങ്കിലും? ഇപ്പൊ എല്ലാവരുടെയും ആഹാരത്തിൽ വിഷം കലർന്നത് കൊണ്ട് തന്നെയാണ്, ആഹാരത്തിൽ മായം ചേർത്തത് കൊണ്ട് തന്നെയാണ്. പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കുമ്പോൾ ആരും മനസ്സിലാക്കുന്നില്ല അതിൻ്റെ ഉള്ളില് നമ്മുടെ ശരീരത്തിനെ പലതരത്തിലും നശിപ്പിക്കുന്ന, നമ്മുടെ കിഡ്നികളെ നശിപ്പിക്കുന്ന, നമ്മുടെ ആന്തരാവയവങ്ങളെ നശിപ്പിക്കുന്ന പലതും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷേത്രത്തെ നമ്മൾ നശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ, മനസ്സിനെയും നമ്മൾ ദുഷിപ്പിക്കുകയാണ്. അപ്പൊ ആ മനസ്സും ഈശ്വരനാണെന്നാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ ആവുമ്പോൾ നമുക്ക് സുഖവും സന്തോഷവും ഉണ്ടാവും. അപ്പൊ ക്ഷേത്രത്തിൽ പോകുന്നത് സുഖവും സന്തോഷവും കിട്ടാനാണ് എന്ന് പറയും. അപ്പൊ നമ്മൾ പക്ഷേ മൃഗങ്ങളെ പോലെ ആവരുത്. നമ്മുടെ ശരീരം ക്ഷേത്രമാണെന്നും അതിനുള്ളിൽ ആത്മാവാണെന്നും നമ്മൾക്ക് ബോധത്തിൽ വരണം. അങ്ങനെ വന്നു കഴിയാൻ അതാണ് ക്ഷേത്രജ്ഞ യോഗം എന്ന് പറഞ്ഞ ഭഗവത്ഗീതയിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായം നല്ലതുപോലെ വായിക്കുക. എങ്ങനെയുള്ള വായിക്കണം? അർത്ഥമുള്ള പുസ്തകം തന്നെ വായിക്കണം. വെറുതെ പാരായണം മാത്രം ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. പാരായണത്തോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? അർത്ഥം മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കുക. എന്നാലേ കാര്യമുള്ളൂ. അങ്ങനെ നമ്മളെ LP സ്കൂളിൽ നിന്ന് യു-പിന്ന് ഹൈസ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ എത്തണം. എന്നും UP ക്ലാസ്സിൽ തന്നെ കിടക്കാൻ പാടില്ല. അതാണ് നമ്മൾ എന്നും ക്ഷേത്രാരാധനയും വഴിപാടുമായി മാത്രം നിൽക്കാതെ നമ്മളിലുള്ള ഈശ്വരനെ കണ്ടെത്താനുള്ള ഒരു ഉപാധിയായി ക്ഷേത്രത്തെ കണക്കാക്കിക്കൊണ്ട് വേദപഠനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഉയരണം. എങ്കിലേ നമുക്ക് സന്തോഷം, നിത്യമായ സന്തോഷം, ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചൊരു സന്തോഷമല്ല നമുക്ക് വേണ്ടത്, നിത്യമായ സന്തോഷം. മരണം വരയ്ക്കും നിത്യമായ സന്തോഷവും മരണത്തെ കൂടി സന്തോഷമാക്കി എടുക്കാനും മരണശേഷം ഭഗവാനിൽ ലയിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. അപ്പൊ അതാണ് ആർക്ക് പറഞ്ഞു കൊടുത്തു? പ്രാചീന ബർഹിസിന് പറഞ്ഞു കൊടുത്തു. നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം. അത് മനസ്സിലാക്കണമെങ്കിൽ സാധനകൾ ചെയ്യണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? സാധനങ്ങൾ ചെയ്ത് ആ യോഗയൊക്കെ ചെയ്ത് നമ്മൾ ആ ലെവലിലേക്ക് ഉയരണം. ബാക്കി പ്രാചീന ബർഹിഷെ, എന്നാലേ നിനക്കതിന് സാധിക്കുള്ളൂ. അപ്പൊ നിനക്കതിന് ഗുരു വേണം. ഗുരു അതായത് നാരദരിൽ വിശ്വാസം, എന്നിൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നീ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾക്ക് സാധന ചെയ്യാൻ പോകാൻ പറ്റില്ല. അതിന് നമ്മൾ ഒരു ഗുരുവിനെ വിശ്വസിക്കണം. ആ ഗുരു പറയുന്നത് അനുസരിക്കണം. അങ്ങനെ പ്രാചീന ബർഹിഷ് മനസ്സിലാക്കുകയാണ്, ഗുരു പറയുന്നത് അനുസരിക്കുക. നാരദ മഹർഷി പറഞ്ഞതിനെ ശരി മഹർഷി, ഞാൻ അങ്ങ് പറയണത് പോലെ ചെയ്യാം. അപ്പൊ അതാണ് നമ്മൾ ഇതൊക്കെ കേട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞത് കേട്ട് നമ്മൾ അനുസരിച്ചാലല്ലേ നമുക്ക് ഗുണം കിട്ടുള്ളൂ. നമ്മളിപ്പോ അവിടെ അരിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, തന്നെ പോയി അത് ചോറാവില്ലല്ലോ. നമ്മൾ അതിനെ എടുത്ത് അടുപ്പത്തിട്ടാലല്ലേ, അത് കഴുകി അടുപ്പത്തിട്ട് വേവിച്ചാലല്ലേ അത് ചോറായി വരുള്ളൂ. അപ്പൊ അതുപോലെ നമ്മൾ ശ്രമിക്കണം. കുറച്ചൊക്കെ നമ്മൾ ശ്രമിച്ചാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ ഉദാഹരണങ്ങളെ, മൃഗങ്ങളെ പോലെ ജീവിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു മാനിന്റെയൊക്കെ കഥ പറഞ്ഞു കൊടുത്ത്, അങ്ങനെ അതുപോലെ അതായത് മാന് തന്റെ പിന്നിലുള്ള വേടൻ തന്നെ അമ്പെയ്യുന്നോ തന്നെ പുലി പിടിക്കുന്നോ ഒന്നും അറിയാണ്ട് അങ്ങനെ സന്തോഷിച്ച് നടക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ദിവസം പുലി പിടിക്കുന്നതോ അല്ലെങ്കിൽ വേടൻ അമ്പെയ്യുന്നു. അതുപോലെ ആവരുത് നമ്മൾക്ക് എപ്പോഴാണോ മരണം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇതൊക്കെ ചെയ്ത് നമ്മൾ ആദ്യം തന്നെ, അതായത് സമ്പത്ത് കാലത്ത് കൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന് പറയുന്നില്ലേ, അതുപോലെ നമ്മൾ നന്നായിരിക്കുമ്പോൾ തന്നെ സാധനകൾ, നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ സാധനകൾ ചെയ്ത് യോഗ ചെയ്ത് അഭ്യാസങ്ങളൊക്കെ ചെയ്ത് ആവണം. അപ്പൊ അങ്ങനെ പ്രാചീന ബർഹിസിന് അത് മനസ്സിലായിട്ട് അദ്ദേഹം എവിടേക്ക് പോയി? അദ്ദേഹം ആശ്രമത്തിൽ പോയി തപസ് ചെയ്യാൻ, ബദരികാശ്രമത്തിൽ പോയി. അതുപോലെ കപിലാശ്രമം, അങ്ങനെയുള്ള കപിലമുനിയുടെ ആശ്രമം, അങ്ങനെയുള്ള സ്ഥലത്ത് പോയി അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് സാധനകളൊക്കെ ചെയ്തപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് സംഭവം ശരിയാണ്. അതാണ് ഇനി അടുത്ത ഭാഗത്തിൽ പറയും. അദ്ദേഹത്തിന് ആ ഒരു അനുഭൂതി കിട്ടുകയാണ്. സാധനകൾ ചെയ്തുകൊണ്ട് അങ്ങനെ അനുഭൂതി കിട്ടും. അതിലേക്കാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും.